വചനമൊഴി ഫെബ്രുവരി 17. വചനഭാഗം 2 പത്രോസ് 3:8-13, മർക്കോസിന്റെ സുവിശേഷം 13:32-37. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്നാൽ ആ ദിവസത്തെയോ ആ മണിക്കൂറിനെയോ കുറിച്ച് പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ. ശ്രദ്ധിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. തന്റെ വീട് വിട്ട് യാത്ര പോകുന്ന ഒരുവൻ സേവകർക്ക് അധികാരവും ഓരോ ആൾക്കും അവന്റെ ജോലിയും നൽകുന്നതും വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിക്കാൻ കൽപ്പിക്കുന്നതും പോലെയാണിത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന്, സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ, കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി അവൻ കാണാതിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായി പറയുന്നു, ജാഗരൂകരായിരിക്കുവിൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മിശിഹായുടെ രണ്ടാമത്തെ വരവിന് ജാഗ്രതയോടെ കാത്തിരിക്കുവാനുള്ള സന്ദേശമാണ് ഇന്ന് സുവിശേഷം പറയുന്നത്. വിശുദ്ധ വചനത്തിൽ നിശ്ചയമായും ഉണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതാണ്. ഈ യുഗത്തിന്റെ അവസാനം മിശിഹ വീണ്ടും വരും എന്നുള്ള വെളിപ്പെടുത്തൽ. എന്നാൽ അത് എപ്പോഴാണ് എന്ന് അനിശ്ചിതമായ ഒരു കാര്യമാണെന്നും തിരുവചനം പറയുന്നു. നിശ്ചയമായുള്ള കാര്യത്തിനു വേണ്ടി കരുതലോടെ ജാഗ്രതയോടെ കാത്തിരിക്കണം. കാരണം പിതാവ് നിശ്ചയിക്കുന്ന സമയം ദൂതന്മാരോ മനുഷ്യപുത്രൻ പോലുമോ വെളിപ്പെടുത്തിയിട്ടില്ല. മിശിഹായിലൂടെ സകല ദൈവിക രഹസ്യങ്ങളും വെളിപ്പെടുത്തിയെങ്കിലും എപ്പോഴായിരിക്കും യുഗത്തിന്റെ അന്ത്യം എന്ന കാര്യം മിശിഹ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നു, കർത്താവേ, എപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ഈശോ പറഞ്ഞു, പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് യുഗാന്ത്യം എന്നത് മനുഷ്യകുലം മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് പുത്രനും അത് വെളിപ്പെടുത്തിയിട്ടില്ല. പിതാവിനല്ലാതെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിയത്തില്ല എന്ന് സുവിശേഷം പറയുമ്പോൾ അതിന്റെ അർത്ഥം പുത്രൻ പോലും അത് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ്. പിതാവ് അറിയുന്നതെല്ലാം പുത്രനും അറിയുന്നു, പിതാവും പുത്രനും ഒന്നാണ് എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പുത്രന് പോലുമോ അറിയത്തില്ല എന്ന് ഇവിടെ സുവിശേഷകൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം പുത്രനിലൂടെ പോലും അത് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യകുലത്തിന് ആവശ്യമായ സകല ദൈവിക രഹസ്യങ്ങളും വെളിപ്പെടുത്തിയ മിശിഹ പോലും യുഗാന്ത്യം എപ്പോഴാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല, പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ യുഗാന്ത്യം നിശ്ചിതമായ ഒരു കാര്യമാണെന്നും അതിനുവേണ്ടി ജാഗ്രതയോടെ വർത്തിക്കണമെന്നുമുള്ള സന്ദേശമാണ് തിരുവചനം നൽകുന്നത്. സ്വർഗോന്മുഖമായി ജീവിതയാത്ര നടത്തുന്ന നമുക്കും സ്വർഗോന്മുഖമായ ഈ യാത്രയിൽ ഏതു നിമിഷവും കർത്താവിന്റെ വിളി സ്വീകരിക്കുവാൻ തയ്യാറുള്ളവരായി വർത്തിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.